ഭാരതം ഇന്നൊരു പുതുയുഗത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ദൂരദർശിത്വവും അദ്ദേഹത്തിന്റെ ദാർശനികതയും നമ്മുടെ പാർട്ടിയുടെ വികസന നേട്ടങ്ങളും എല്ലാം ഇന്ന് ഭാരതത്തിലെ ഓരോ ജനങ്ങളെയും ഓരോ ജീവിതത്തെയും മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മാറ്റം നമ്മുടെ കേരളത്തിലും വരേണ്ടത്, നമ്മുടെ കടമ്പനാട് വരേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അത്യന്താപേക്ഷിതമായ ഒന്ന് തന്നെയാണ്. പ്രചരണവേളയിൽ പല ഗ്രാമങ്ങളുടെ, നമ്മുടെ കടമ്പനാട് ഗ്രാമപഞ്ചായത്തിലെ പല വാർഡുകളിലൂടെ, പല ഗ്രാമങ്ങളിലൂടെ ഞാൻ സഞ്ചരിച്ചു. വളരെയധികം ശോചനാവസ്ഥയിലുള്ള റോഡുകളാണ് ഇവിടെ മുഴുവൻ. പാണ്ടിമലപ്പുറം സൈഡിലായിക്കോട്ടെ, കടമ്പനാട് മാഞ്ഞാലി സൈഡിലായിക്കോട്ടെ, ഇപ്പോൾ കാണാൻ പറ്റിയ മറ്റൊരു വിരോധാഭാസം എന്ന് പറയുന്നത് റോഡുകളുടെ നവീകരണം. തിരഞ്ഞെടുപ്പ് അടുത്ത കാലഘട്ടത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള റോഡുകളുടെ നവീകരണം സാമാന്യ ബോധത്തിലുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ മാത്രം ഇവർ ഈ റോഡുകളുടെ നവീകരണ പദ്ധതികളുമായി മുന്നിട്ട് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. നമ്മൾ സംസാരിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. നമുക്ക് പറയേണ്ട രാഷ്ട്രീയം സ്വർണ്ണക്കൊള്ളയുടേതോ അല്ലെങ്കിൽ സ്ത്രീകളെ അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീ പീഡനത്തെ ന്യായീകരിക്കേണ്ടുന്ന രാഷ്ട്രീയമല്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്നത് ഭാരതത്തിന്റെ രാഷ്ട്രീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മൾ സംസാരിക്കുന്ന വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. അപ്പോൾ ആലോചിക്കുക, നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. നമ്മൾ ഒത്തൊരുമിച്ച് നിന്നാൽ, ഒരുമയോടെ പ്രവർത്തിച്ചാൽ ഓരോ നേതാക്കളും ഇനി വരുന്ന ഒരാഴ്ച കാലം നമുക്കൊപ്പം ഉണ്ട്. ആ ഒരു സമയം നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ച് മുന്നേറണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ കൊണ്ട് നേടാൻ സാധിക്കും. ഒരു വികസിത കടമ്പനാട്, ഒരു വികസിത പഞ്ചായത്ത് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഈ പഞ്ചായത്ത് തന്നെ നമുക്ക് പിടിക്കാൻ സാധിക്കട്ടെ എന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.